നമസ്കാരം. CPIMന്റെ പതിവ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് നടക്കുകയാണ്. ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിന്റെ ഒരു സവിശേഷത, ഏറെ നാളിന് ശേഷം CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം, മുൻ LDF കൺവീനർ കൂടിയായ, ഇപ്പോഴത്തെ വിവാദങ്ങളിലെ നായകനായ EP ജയരാജൻ ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നതാണ്. കഴിഞ്ഞ കുറേ കാലമായി അദ്ദേഹം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. LDFന്റെ കൺവീനർ സ്ഥാനത്തു നിന്നും മാറ്റി നിർത്തിയതിന് ശേഷം അദ്ദേഹം അത്തരത്തിൽ യോഗങ്ങളിലൊന്നും തന്നെ, പാർട്ടിയുടെ മീറ്റിങ്ങുകളിലൊന്നും തന്നെ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. പല പരിപാടികളിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു ചെയ്തത്. അതിനൊക്കെ അദ്ദേഹം ഓരോ വിശദീകരണം നൽകുകയും ചെയ്തു. പാർട്ടി അക്കാര്യത്തിൽ കൂടുതൽ നടപടികളിലേക്കൊന്നും കടന്നിട്ടുമില്ല. എന്നാൽ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ EP പങ്കെടുക്കുമ്പോൾ അതിന്റെ സവിശേഷത എന്ന് പറയുന്നത്, അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആത്മകഥാ വിവാദം കത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നതും ആ യോഗത്തിൽ EP ജയരാജൻ പങ്കെടുക്കുന്നതും എന്നതാണ്. ഇന്നത്തെ യോഗത്തിൽ അദ്ദേഹം എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ അദ്ദേഹവും ബന്ധപ്പെട്ട വിവാദത്താൽ പാർട്ടി പ്രതിരോധത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ അദ്ദേഹം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിശദീകരണം നൽകാനാണ് സാധ്യത. ഇന്നലെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിശദീകരണം ആരിൽ നിന്നും തേടിയിട്ടില്ല, EP ജയരാജനോട് വിശദീകരണം തരേണ്ട കാര്യമില്ല. ഒപ്പം തന്നെ ഈ ആത്മകഥയുടെ PDF പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട് സംശയമുനയിലുള്ള ഒരു മാധ്യമപ്രവർത്തകൻ, അദ്ദേഹത്തോടും വിശദീകരണം തേടിയിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. EP-യോട് വിശദീകരണം തേടിയിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും ഈ വിഷയത്തിൽ ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിഷയം ഉയർന്നു വരും. അതിൽ ചില വിമർശനങ്ങൾ ഉണ്ടാകും സ്വാഭാവികമായും. അങ്ങനെ EP-ക്ക് തൻ്റെ വാദം വിശദീകരിക്കാനുള്ള അവസരം നൽകാനാണ് സാധ്യത. അദ്ദേഹം സ്വാഭാവികമായും തൻ്റെ മുൻ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനാണ് സാധ്യത. താൻ പുസ്തകം എഴുതി പൂർത്തിയാക്കിയിട്ടില്ല, തൻ്റെ അനുമതിയോടുകൂടിയാൽ, അല്ലെങ്കിൽ താൻ ആർക്കും പ്രസിദ്ധീകരണത്തിന് അനുമതി കൊടുത്തിട്ടില്ല എന്നതുൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ, ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാകും അദ്ദേഹം സെക്രട്ടേറിയറ്റ് യോഗത്തിലും വിശദീകരിക്കുക. പക്ഷേ അതിൽ ചിലപ്പോൾ ഒരു വിമർശനങ്ങളോ അല്ലെങ്കിൽ വാഗ്വാദങ്ങളോ ഒക്കെ നടക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. കാരണം ഈ വിഷയത്തിൽ പാർട്ടി പരസ്യമായിട്ട് EP ജയരാജനെ പിന്തുണയ്ക്കുന്നുണ്ടോ എങ്കിൽ പോലും പല പല സംശയങ്ങളും ഇക്കാര്യത്തിൽ പാർട്ടിക്ക് EP-യെ കുറിച്ചുണ്ട്. അത് ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഈ പുസ്തകവുമായി ബന്ധപ്പെട്ടുള്ള പുറത്തു വന്ന PDF-ലെ വിവരങ്ങൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ബാല്യകാലം മുതലുള്ള വിഷയങ്ങൾ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട നിർണായകമായ പല കാര്യങ്ങളും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ശേഖരത്തിലെ ചിത്രങ്ങൾ ഉൾപ്പെടെ ആ പുസ്തകത്തിൽ അച്ചടിച്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ പാർട്ടിക്ക് ഇക്കാര്യത്തിൽ പൂർണ്ണമായ ഒരു വിശ്വാസം അകമേയെങ്കിലും ഇല്ല. അതിന് ആ സംശയം ദൂരീകരിക്കേണ്ട ബാധ്യത EP ജയരാജനുണ്ട്. അത് എത്രത്തോളം EP ജയരാജന് തൻ്റെ നിലവിലെ വിശദീകരണത്തിലൂടെ കഴിയുമെന്നത് സംശയമാണ്. എന്തായാലും ഇന്ന് നടക്കുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ EP എന്താണ് വിശദീകരിക്കുക, അതിനുശേഷം പാർട്ടി എന്ന് നിലപാടെടുക്കുമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. ഇന്ന് EP ഈ വിഷയത്തിൽ ഗൂഢാലോചന ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കൊടുത്ത പരാതി, അത് DGP ക്രമസമാധാന ചുമതലയുള്ള ADGP-ക്ക് കൈമാറിയിരുന്നു. ആ ADGP ആ പരാതി കോട്ടയം SP-ക്ക് കൈമാറിയിട്ടുണ്ട്. അതിൽ അന്വേഷണം നടക്കും. തനിക്കെതിരെ ഗൂഢാലോചന നടന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ തൻ്റെ അനുമതിയില്ലാതെ പ്രസിദ്ധീകരിച്ചു ആത്മകഥ എന്നൊക്കെയാണ് EP-യുടെ പരാതി. ആ വിഷയത്തിൽ DC ബുക്സ് ആണ് പ്രതിപട്ടികയിൽ നിൽക്കുന്നത്, പ്രസ്ഥാനത്ത് നിൽക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം മുന്നോട്ട് പോകും, ഈ കേസൊക്കെ മുന്നോട്ട് പോകും, ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്നത് സംശയകരമാണ്. കാരണം മുൻപ് താനുമായി ബന്ധപ്പെട്ട പല വിവാദങ്ങളിലും EP ഇത്തരത്തിൽ പോലീസിന് പരാതി കൊടുത്തിരുന്നു. അതിലൊന്ന് ഈ BJP-യുടെ നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ വിഷയത്തിലായിരുന്നു. അന്ന് ശോഭാ സുരേന്ദ്രനും ദല്ലാൽ നന്ദകുമാറും ഒക്കെ തന്നെ ജയരാജനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചു. അതിനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുകയും അതിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന് ചൂണ്ടിക്കാട്ടി EP കേസ് കൊടുക്കുകയും ഒക്കെ ചെയ്തു. അതിൻ്റെ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. ഒപ്പം തന്നെ ഈ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു പ്രതിക്ക് EP-യുമായി ബന്ധമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു വിവാദം വന്നിരുന്നു. പ്രതിപക്ഷമായ വിഷയം ഉന്നയിച്ചിരുന്നു. അതിലും അദ്ദേഹം നിഷേധ കുറിപ്പ് ഇറക്കി, അല്ലെങ്കിൽ അതിനെ നിഷേധിച്ച് രംഗത്തെത്തി. അതിലും അദ്ദേഹം ഒരു പരാതി കൊടുത്തു. പക്ഷേ അതിലൊന്നും തന്നെ നടപടിയായിട്ടില്ല. അതായത് മുൻപ് താനുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് EP കൊടുത്ത പരാതികളിൽ അന്വേഷണം എവിടെ വരെ എത്തിയെന്ന് EP-ക്ക് പോലും അറിയാത്ത സാഹചര്യമാണ്. അതിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ താൻ ഉന്നയിച്ച വിഷയത്തിൽ സത്യാവസ്ഥ പുറത്തു വരണം എന്ന ഒരു സത്യസന്ധമായ ഒരു ആവശ്യം, അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥമായ ഒരു ആവശ്യം അദ്ദേഹത്തിന് തന്നെ ഉണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ മുൻകാലങ്ങളിലെ കേസുകളൊക്കെ മുന്നോട്ട് പോകുന്നത്. അത് ആ ഗതി തന്നെയാകുമോ ഈ വിഷയത്തിലും വരിക എന്നത് വളരെ പ്രധാനപ്പെട്ട എന്നാണ്. കാരണം പാർട്ടിയെ ഒന്നടങ്കം ഒരു ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിൽ സംശയമുന്നിൽ നിർത്തിയതാണ്. അന്ന് മാത്രമല്ല, തുടർന്ന് ഇങ്ങോട്ടും പാർട്ടി സംശയമുനയിലാണ്, പ്രതിരോധത്തിലാണ്.
ഒപ്പം തന്നെ വലിയൊരു വിഷയം എന്ന് പറയുന്നത് ഇ പിയെ പോലെ ഒരു നേതാവിന്റെ ആത്മകഥ അദ്ദേഹം എഴുതുന്നതേ ഉള്ളൂ എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. അതാണ് പുസ്തക രൂപത്തിൽ അടിച്ചിറക്കി DC ബുക്സ് അവരുടെ സ്റ്റോളുകളിൽ എത്തിച്ചത്. അതായത് പി ജയരാജനെ പോലൊരു നേതാവിന്റെ ആത്മകഥ അദ്ദേഹത്തിന്റെ അനുമതിയില്ലാതെ എഴുതി പൂർത്തിയാക്കി അച്ചടിച്ച് പ്രസിദ്ധീകരണത്തിന് DC ബുക്സ് സ്റ്റോളുകളിൽ എത്തിച്ചു എന്ന് പറയുന്നത് വളരെ വലിയൊരു തമാശയാണ്. അതിനപ്പുറം ഒരു ഗുരുതരമായ വിഷയം കൂടിയാണ്. ആ വിഷയത്തിലെ സത്യാവസ്ഥ പുറത്തു വരണം. പി പറയുന്നതാണ് ശരിയെങ്കിൽ ആര് ഈ പുസ്തകം അതിന്റെ PDF പുറത്തുവിട്ടു, അത് ആരുടെ അനുമതിയോടുകൂടി DC ബുക്സ് അച്ചടിച്ചു, പ്രസിദ്ധീകരിച്ചു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതിന്റെ സത്യാവസ്ഥ പുറത്തു വരണം. DC ഇന്നലെയും ഇക്കാര്യത്തിലൊരു വിശദീകരണം നൽകിയപ്പോഴും മാധ്യമങ്ങൾ പ്രതികരിച്ചപ്പോഴും കൂടുതൽ വിട്ട് പറയുന്നില്ല. പൊതുരംഗത്ത് നിൽക്കുന്നവരെ മാനിക്കുന്നു, അവരുടെ സ്ഥാനമാനങ്ങളെയൊക്കെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒഴുക്കൻ മറ്റുള്ള ചില പ്രതികരണമാണ് DC നടത്തുന്നത്. എന്തായാലും ഈ വിഷയത്തിലെങ്കിലും പി ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിയമ പോരാട്ടത്തിന് മുന്നിൽ നിൽക്കണം, അന്വേഷണത്തിന് മുന്നിൽ നിന്ന് ഇതിനകത്തെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം എന്നതാണ് കേരള രാഷ്ട്രീയം ഒന്നാകെ തന്നെ ആവശ്യപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത്. ഈ വിഷയത്തിലെങ്കിലും ഒരു സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്ന് തന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഒരു ബാധ്യത പിക്ക് ഉണ്ട്.